അല്ല നമുക്ക് ഇനി അറിയുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മളാ ഈ ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം കഴിച്ച് എല്ലാവരും ഹോസ്പിറ്റലും അത് ഇതൊക്കെ ആവുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാം? അല്ല ഞാൻ അറിയിക്കുന്നത് ഇവർക്കൊന്ന് വീട്ടിൽ വേവിക്കാറുണ്ട്. അല്ല ഇപ്പോഴുള്ള എന്തെങ്കിലും വിശേഷം ഇപ്പോൾ ഓണമായിരുന്നാലും ശരി, ഓണത്തിനെല്ലാം ഇപ്പോൾ വീട്ടിൽ വേവിക്കില്ല, എല്ലാം റെഡിമെയ്ഡ് ആഹാരങ്ങളാണ്. എല്ലാം പായസം വരെ റെഡിമെയ്ഡ്. അതാണ് ഇപ്പോഴുള്ള കാറ്റഗറി. പിന്നെ എല്ലാ ഹോട്ടലിലും ക്യൂ ആയിട്ടാണ് ഒരു രാത്രിയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അല്ല ഇവർക്ക് വേവിക്കാൻ, ഇനിയുള്ള തലമുറയ്ക്ക് വേവിക്കാൻ അറിയണം, ചോറ് കറികളെല്ലാം വേവിക്കാൻ അറിയണം. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ഇതൊക്കെയാണ് എന്താണ് എന്തോന്നത്? വീട്ടിൽ വല്ല കഞ്ഞിയും കറിയൊക്കെ വെച്ച് പണ്ടുള്ള ആൾക്കാരൊക്കെ പല വീട്ടിലെ ആഹാരങ്ങൾ കഴിച്ചാണ് 95-100 വയസ്സ് 110 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത്. ഇപ്പോഴുള്ളവരെ വയസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് മുമ്പേ തന്നെ എല്ലാവരും മരണപ്പെടുന്നു. എന്താണ് ഈ ആഹാരം തന്നെയാണ്, ഹോട്ടൽ ആഹാരങ്ങൾ. ഇവിടെ എല്ലാം ഹോട്ടൽ ആഹാരം തന്നെ, അല്ലാതെ വീട്ടിലൊന്നും വേവിക്കില്ല. ഇപ്പോൾ വീടുകളിൽ അടുക്കള ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. ഇപ്പോൾ പുതിയ വീട് വയ്ക്കുമ്പോൾ അടുക്കള വേണ്ട, ഇപ്പോൾ എല്ലാം ഫുഡൊക്കെ വെളിയിൽ നിന്നല്ലേ. ഇപ്പോൾ അവർ ഫാമിലിയായിട്ട് പണമുള്ളവരങ്ങ് പോകും. ഇപ്പോൾ പാവപ്പെട്ടവർ മാത്രം കഞ്ഞിയും കറിയും വയ്ക്കും. ഇനി അതൊക്കെ ആഹാരങ്ങളൊക്കെ കുറയ്ക്കണം. കാരണം ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? അല്ല ഈ ഹോട്ടൽ ഫീൽഡ് ആഹാരം, ഹോട്ടൽ കഴിക്കുന്നതെന്ന് കുഴപ്പം പറയണില്ല. എന്നാലും എപ്പോഴും 24 മണിക്കൂർ ഹോട്ടൽ ഫീൽഡ് ആഹാരങ്ങൾ കൊതി തോന്നുമ്പോൾ കഴിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇനിയൊക്കെ ലോകം ഇതൊക്കെ തന്നെ. എന്തോന്ന് പറയാൻ, ഇതാരോട് പറയാൻ? അല്ല അല്ല ഇനിയിപ്പോൾ എനിക്ക് പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകണം. കാരണം ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ വരും. കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈൻ വഴിയാണല്ലോ ഫുഡുകൾ കൊണ്ടുവന്നത്.